ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ B1 B2 വിസ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ US വിസ ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു കോൺസുലേറ്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കോൺസുലേറ്റ് ഓഫീസർക്ക് എന്തൊക്കെ അറിയാം നമ്മളെക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഈ ഓഫീസർ തിരക്കിട്ട് എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അവർ തിരക്കിട്ട് ടൈപ്പ് ചെയ്ത് വേറൊന്നുമല്ല, നമുക്ക് തൊട്ട് മുമ്പുള്ള കാൻഡിഡേറ്റിൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ള അവർ ടൈപ്പ് ചെയ്ത് അതിൻ്റെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. പലപ്പോഴും ഇവർക്ക് ഇങ്ങനെ ഈ മുന്നേ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ബാക്ക്ലോഗ് ടൈപ്പ് ചെയ്യുന്നത് അടുത്ത കാൻഡിഡേറ്റിൻ്റെ ടൈമിൽ കൂടെയാണ് മനസ്സിലാക്കുക. ആദ്യത്തെ 1 മിനിറ്റ് അതിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും, പിന്നീടുള്ള 3-4 മിനിറ്റുകളാണ് നിങ്ങളോട് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് നിങ്ങളുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് അവർക്ക് ആക്സസിബിൾ ആണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറിയാമല്ലോ, DS-160 എന്തൊക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കാണാൻ പറ്റും. അത് മൊത്തം ഒരു കാണാപ്പാടം പഠിച്ചിട്ടില്ല അവിടെ വന്നിരിക്കുന്നത്, പക്ഷേ ആ വിവരങ്ങൾ അവർക്ക് കാറ്റഗറൈസ്ഡ് ആയിട്ട് അറിയാൻ പറ്റും. പേഴ്സണൽ ഇൻഫർമേഷൻ, വിസ ടൈപ്പ്, പർപ്പസ് ഓഫ് വിസിറ്റ്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, ഫാമിലി ടൈസ്, എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, പ്രീവിയസ് വിസ ആപ്ലിക്കേഷൻ, ഇതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും DS-160 ഉണ്ടാവുമല്ലോ, നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ US ഇമിഗ്രേഷൻ ഹിസ്റ്ററി, അതായത് നിങ്ങൾക്ക് നേരത്തെ വിസ റെഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ, അതിൻ്റെ റീസൺ എന്താണ്, പഴയ പർപ്പസ് ഓഫ് വിസിറ്റ് എന്തായിരുന്നു, എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട്സ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു കോൺസുലർ ഓഫീസർ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രീവിയസ് ഇമിഗ്രേഷൻ ഹിസ്റ്ററി എല്ലാം അവർക്ക് വിസിബിൾ ആയിരിക്കും. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറിലും നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തിലും ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആക്സസിബിൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. ബയോമെട്രിക്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കോൺസുലർ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബയോമെട്രിക്, നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ്, ആ ഡീറ്റെയിൽസ് എല്ലാം അവർക്കുണ്ടാവും. അവരുടെ ഈ കംപ്ലീറ്റ് ഡേറ്റാ ബേസിലും അത് സ്റ്റോർഡ് ആണ്. ഇമിഗ്രൻ്റ് പെറ്റീഷൻ, നിങ്ങൾ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പെറ്റീഷൻസ്, ഇമിഗ്രൻ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോന്ന്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് B1 B2 വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേരിൽ അവിടെ ഒരു അസൈലി ആയിട്ട് നിൽക്കുന്ന ആൾ ഒരു അസൈലിയുടെ ഒരു ഫാമിലി മെമ്പർ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ H1B വിസയുടെ പെറ്റീഷൻ, അങ്ങനെ US വിസ റിലേറ്റഡുള്ള വേറെ എന്തെങ്കിലും പെറ്റീഷൻസ് ഫയൽ ചെയ്തിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. US വിസ ഓഫീസർമാരെന്ന് പറഞ്ഞാൽ അവരുടെ ട്രെയിനിങ് അത്ര എക്സസീവ് ട്രെയിനിങ് ആണ്. കാരണം അവർക്ക് ക്വിക്കായിട്ടും വളരെ ബ്രീഫായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്കുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. നിങ്ങൾ ആ ക്യൂവിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ് അവർ അവിടെ ആ ക്യാബിൽ ഇരുന്നുകൊണ്ട് അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുമെന്നുള്ളതാണ്. സോ ഓൾവേസ് പ്രസൻറ്റ് യുവർ സെൽഫ് വെരി വെൽ. ഐ മീൻ വളരെ നീറ്റായിട്ട് പോവുക, വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി അവർക്ക് അറിയാൻ പറ്റും. US ഇമിഗ്രേഷൻ ഡേറ്റാബേസിലുള്ള നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി, എപ്പോൾ വന്നു എപ്പോൾ പോയി എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഇൻഫർമേഷൻ, നിങ്ങളുടെ പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വിസ റിലേറ്റഡ് ആയിട്ട് പ്രശ്നമായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലോ, നിങ്ങൾ DS-160 നേരത്തെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എന്തെങ്കിലും ഉൾക്കൊണ്ടുള്ളൂ, ആ ഇൻഫർമേഷൻ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ക്രിമിനൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങൾക്കുണ്ടാകും. ഇപ്പം നിങ്ങൾ വരുന്ന കൺട്രിയിൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ നിങ്ങളുടെ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് US ഇമിഗ്രൻ്റ് ഓഫീഷ്യൽസിന് അറിയാൻ പറ്റും. അത് മാത്രമല്ല, പിന്നെ വാച്ച് ലിസ്റ്റ്, അതായത് ഈ പറഞ്ഞ പോലെ FBI അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മറ്റുള്ള പോലീസിങ് ഏജൻസികളുടെ എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റോ വിസ ബ്ലാക്ക് ലിസ്റ്റിങ്ങോ വല്ലതും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് അപ്പോൾ നിങ്ങൾ അവിടെ ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഫെയിലാവുന്നതാണ്. അത്ര കർശനമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസിനെ കൈമാറ്റം ചെയ്യാനോ അധികാരം വരെയുണ്ട്. പിന്നെ അറിയാൻ പറ്റുന്നത്, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആണെങ്കിൽ സ്പോൺസർഷിപ്പിൻ്റെ വിസ, അതായത് ഈ പറഞ്ഞ പോലെ ലീഗൽ സ്റ്റാറ്റസ്, അതായത് കമ്പനി ഇൻവിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഫ്ലാഗ്സ് ഓർ നോട്ട്സ് ഫ്രം അതർ ഏജൻസീസ്, ഇപ്പോൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് USCISൻ്റെ ഫ്ലാഗ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി DHS, അതിൻ്റെ ഫ്ലാഗ് ഏതെങ്കിലും നിങ്ങൾക്ക് പാസ്പോർട്ടിലുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. പിന്നെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ CBP, ഈ 3 ഏജൻസികളാണ് US ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് USCIS, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി DHS, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ CBP. സോ ഈ 3 ഏജൻസികളുടെ ഫ്ലാഗ് എന്തെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും അവർക്ക് അറിയാൻ പറ്റും.
പിന്നെ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനിൽ അത് എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചെല്ലുന്ന കാണിച്ചിരിക്കുന്ന പ്രൂഫ് ഓഫ് ഫണ്ട്സ് നിങ്ങൾ പറയുകയാണ് 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ദേ ഹാവ് ദ ഓപ്ഷൻ ടു ചെക്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ SBI മുതലായ ദേശസാൽകൃത ഈ ബാങ്കുകളിലെ നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാങ്കിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ബാലൻസ് വരെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട ഒരു കാൻഡിഡേറ്റിനെ ഞാൻ സംസാരിക്കുകയുണ്ടായി. കാരണം അവൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അവിടെ കിടന്ന് പതറിയപ്പോഴത്തേക്ക് അവർ ബാങ്കിൽ വിളിച്ച് അവർ തിരക്കുമെന്ന് വരെ ആ പയ്യനോട് പറയുകയുണ്ടായി. അതിൻ്റെ പിന്നുള്ള സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല, പക്ഷേ അവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ബി ഹോണസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. അതായത് DS-160 ഉള്ള ആൻസേഴ്സ് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം നിങ്ങളുടെ സ്റ്റോറി എപ്പോഴും പ്ലാൻ ചെയ്യുക. പിന്നെ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. മൾട്ടിപ്പിൾ ടൈംസ് DS-160 വായിക്കുക. അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിൻ പോയിൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ, എസ്പെഷ്യലി സാലറി ഡീറ്റെയിൽസ്, നിങ്ങളുടെ ജോലി പരമായ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ്, ആരെയാണ് കാണാൻ പോകുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ മാക്സിമം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കോൺസുലാർ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ആ ഒഫീഷ്യലിന് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്ന വിവരങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.